ഹലോ. 2 വീക്സ് മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആക്ച്വലി എനിക്ക് വീഡിയോ എഡിറ്റ് ആക്കാനും വീഡിയോ ഡബ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായത്. എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക്. അപ്പം ഞാൻ രാത്രി 12 മണിക്ക് എങ്ങനെയായാലും വീട്ടിൽ നിന്ന് അവരൊക്കെ പ്ലാൻ ചെയ്തു വീട്ടിൽ കേക്ക് മുറിക്കും, ഹോസ്റ്റലിലുണ്ടാകുമ്പോൾ ഫ്രണ്ട്സ് കേക്ക് മുറിക്കും. അങ്ങനെ 12 മണിക്ക് ആഘോഷിച്ച ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കാണ്. നാട്ടിലത്തെ 12 മണി ആയ സമയത്ത് ഫ്രണ്ട്സൊക്കെ എന്നെ വീഡിയോ കോളാക്കി അവർ വിഷ് ചെയ്തു. പിന്നെ ഇവിടുത്തെ 12 മണിയാകുമ്പോഴും ഫ്രണ്ട്സ് എന്നെ വിഷ് ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ അനിയത്തി എന്നെ വിളിച്ചായിരുന്നു. അവൾ ഹോസ്റ്റലിൽ, അവൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നിട്ടും അവൾ എന്നെ വിളിച്ചു. പിന്നെ അച്ഛനും അമ്മയും 12 മണിക്ക് വിഷാക്കി. പിന്നെ എല്ലാവരും, അനിയൻ എനിക്ക് 12 മണിക്ക് വിളിച്ച് വിഷാക്കി. അങ്ങനെ പിന്നെ എല്ലാവരും എനിക്ക് മെസ്സേജസൊക്കെ അയച്ചു. പക്ഷേ എനിക്ക് ഇന്നാലും വിഷമമാണ്. ഈ ഒരു കേക്ക് മുറിക്കാൻ അങ്ങനത്തേനെല്ലാം ഞാൻ ഒറ്റക്കാണ്. പക്ഷേ കേക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ എങ്ങനെയാണ് കേക്ക് വാങ്ങേണ്ടത്, എവിടെ നിന്നാണ് കേക്ക് വാങ്ങേണ്ടത് ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ബ്രൗണി മേടിച്ച് അങ്ങനെ ബ്രൗണി ഡെക്കറേറ്റ് ചെയ്ത് അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുറിച്ച് ഞാനത് കഴിച്ചു. പക്ഷെ കഴിക്കുമ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടായത് അല്ലെങ്കിൽ അതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് ഉണ്ടായതൊക്കെ ഓർത്തുകൊണ്ട് കഴിക്കുന്നത് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ ബർത്ത്ഡേ ദിവസങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എന്താക്കണ്ടേ, നമ്മൾ ഓരോരോ സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഓരോരോ പോലെ ജീവിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയേ പറ്റൂ. വീട്ടുകാർക്കും വിഷമമായിരുന്നു അവരില്ലാത്തതുകൊണ്ട്. അന്ന് ഞാൻ കഴിഞ്ഞ് പിന്നെ രാവിലെ എണീച്ച് ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നു. ക്രിസ് എൻ്റെ കൂടെ വരും. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോകാൻ വിചാരിച്ചു. വിൻ്ററിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് സമയം നേരത്തെ റെഡിയായി. ഞാൻ അവളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അവൾ പറഞ്ഞു വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഡോൺബൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞങ്ങൾ വിൻ്ററിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. അപ്പം അതുവരെ കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് പാട്ടൊക്കെ കേട്ടിരുന്നു. പുറത്തൊക്കെ നോക്കി, എവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ്, അപ്പോൾ പുറത്തൊക്കെ നോക്കിയിരിക്കാനും നല്ല രസമാണ്. അങ്ങനെ അവിടെ ഇതാക്കി. പിന്നെ അവളെ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ കുറച്ചും കൂടി അവൾ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ റെഡിയായി. ഈ തൊപ്പി കണ്ടോ, ഇത് ഞാൻ എൻ്റെ അച്ഛൻ്റെ പഴയ തൊപ്പിയാണ്. അച്ഛൻ പണ്ട് 4 മണിക്ക് മുമ്പ് ഇടുന്നതാണ്. ഇന്നെൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ അതിട്ടു, ഒരു നൊസ്റ്റാൾജിക്ക്. പിന്നെ കോട്ടൊക്കെ ഇട്ട് ഞാൻ സെറ്റായി. അപ്പോൾ ക്രിസ് വരുമ്പോൾ അവൾ എനിക്കൊരു കേക്ക് കൊണ്ടുവന്നു, പിന്നെ ഗിഫ്റ്റും കൊണ്ടുവന്നു. അപ്പോൾ ഒരാളുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് നല്ല ഹാപ്പിയായി. അങ്ങനെ അവൾ എനിക്ക് സർപ്രൈസ് തന്നു. നാട്ടിൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് കൊടുത്തയച്ചത്. അപ്പോൾ എനിക്ക് പിന്നെയും സന്തോഷമായി. അങ്ങനെ ഞാൻ ആ കേക്ക് ഇതാക്കി. പിന്നെ അവൾ എനിക്ക് തന്ന ഗിഫ്റ്റാണിത്, ഗ്രീറ്റിംഗ് കാർഡ്. കുറേ കാലത്തിന് ശേഷമാണ് വാട്സപ്പ് മെസ്സേജ് അങ്ങനെ ഇങ്ങനെയുള്ള ഈ കാലത്ത് അവൾ എനിക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് തന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇത് ഒരു ജാസ്മിൻ ഫ്ലേവറായ ക്യാൻഡിലാണ്, അതും നല്ലതുണ്ട് കാണാൻ. പിന്നെ അങ്ങനെ കേക്ക് അത് ഞങ്ങൾ മുറിച്ചു. ഇവിടെ വലിയ KGs കേക്കാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ 6 pieces ഓഫ് പേസ്ട്രീസാണ് അതുണ്ടായത്. അപ്പം അത് കഴിച്ചു, ചോക്ലേറ്റ് ഫ്ലേവർ. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വിൻ്ററിൻ്റെ സാധനം നല്ല തണുപ്പായിരുന്നു പുറത്ത്. ഈ ഒരു മഞ്ഞത്ത് ഞാൻ ഇങ്ങനെ ഊതി കളിക്കുന്നതായിരുന്നു. നമ്മൾ മൂക്കിലെ ശ്വാസം വിട്ടാലും വായിൽ വിട്ട് കഴിഞ്ഞാലും എല്ലാം ഇങ്ങനെ പുക പോലെ വരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ പോയി അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. ഇനി ഇവിടെ നിന്ന് ട്രെയിനിൽ നമ്മൾ കുറച്ച് ദൂരം പോകണം. എന്നിട്ട് ട്രെയിനിൽ ഇറങ്ങിയിട്ട് പിന്നെ ആദ്യ ബസ്സിൽ പോകണം. അങ്ങനെ കുറച്ച് ഒരു 40-45 മിനിറ്റ്സോളം നമ്മൾ അവിടെ എത്താനുണ്ട്. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിനിലാണ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ് കിട്ടണം. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് അവിടെ എത്തി. അവിടെ ഇന്ന് എന്താണെന്ന് അറിയുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രൈഡേ ആണ്, കുറേ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മാളാണിത്, ഇവിടുത്തെ മെസ്സേ പാർക്കാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് കുറേ ഷോപ്പുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം പോയി. എനിക്ക് ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പോയി ജാക്കറ്റ് വാങ്ങി, തൊപ്പി വാങ്ങി, ഗ്ലൗസ് വാങ്ങി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം ഷൂ വാങ്ങാനാണ് ഇപ്പോൾ ദൈഹ്മാൻ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നത്. അതിനുശേഷം ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണാടി കണ്ടപ്പോൾ എൻ്റെ കണ്ണാടിയിൽ നിന്ന് എൻ്റെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ ആസ്വദിച്ചു. മിറർ കണ്ടാൽ എനിക്കൊരു മിറർ സെൽഫി അല്ലെങ്കിൽ മിറർ വീഡിയോ എടുക്കണം. അങ്ങനെ അതെടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ വിശന്നപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടുത്തെ നൂഡിൽസാണ് കഴിച്ചത്. നൂഡിൽസ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, സ്പൈസസ് ഇച്ചിരി കുറവാണ്, ഇങ്ങനെ ഒരു ചപ്പ പോലെ. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഇവിടെ സ്നാപ്ഷൻ ടാഗ് എന്ന് പറഞ്ഞൊരു ദിവസം, അതായത് നമുക്ക് സാധനങ്ങളെല്ലാം വില കുറവായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം. അങ്ങനെ ഞാൻ പത്രത്തിലും കണ്ടു, വേറെ ആൾ പറഞ്ഞിട്ടും കേട്ടു. അങ്ങനെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, സെക്കൻഡ് ഹാൻഡ് ഐറ്റം പോലെ ഒന്നും വൃത്തിയില്ലാതെ ഒരു പഴയ സാധനങ്ങൾ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സാധനം വാങ്ങാതെ തിരിച്ച് വന്ന് പിന്നെയും നമ്മൾ ഷോപ്പിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്ന് അങ്ങനെ അടുത്ത ബസ്സിന് അവൾ പോയി. ഞാൻ വീടിരുന്ന് കേക്ക് കഴിച്ച് പിന്നെ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചു തരാം. ഞാനിത് ഈ തൊപ്പി വാങ്ങി. തൊപ്പി എന്തായാലും വേണ്ടി നമ്മുടെ ചെവിയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് വാങ്ങിയേ. പിന്നെ വാങ്ങിയത് ഗ്ലവ്സ്, 2 പെയർ ഗ്ലവ്സ്. പക്ഷേ സ്നോ വരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചും കൂടി നല്ലത് വാങ്ങേണ്ടി വരും. ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത്. പിന്നെ അതേപോലെ ഞാനൊരു ജാക്കറ്റ് വാങ്ങി, വലിയ ജാക്കറ്റ് അത്. പിന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷെ നമുക്കത് വാങ്ങിയേ പറ്റൂ, വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ബാഗും വാങ്ങി. ബാഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല, ഈ ബാഗ് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ഷൂ വാങ്ങി, സ്നോയിലിടേണ്ട ഷൂ. ഇങ്ങനെ അവസാനം കുളിച്ച് ഫ്രഷായി എല്ലാം സെറ്റായി ഞാനിതൊക്കെ കിടന്നു. ഗുഡ് നൈറ്റ്.